എടാ, ഒരു കാര്യം പറയട്ടെ. നീ പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതല്ല, നീ ചെയ്യാതിരിക്കുന്ന ആ കാര്യം, നീ അത് വീണ്ടും മാറ്റിവെക്കുകയാണല്ലേ. ആ അസൈൻമെന്റ്, അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ, അല്ലെങ്കിൽ നീ പേടിച്ചൊഴിഞ്ഞു മാറി നടക്കുന്ന ആ സംസാരം, അതൊക്കെ നിന്റെ മനസ്സിന്റെ ഒരു മൂലയിൽ ഒരു ചെറിയ നോവ് പോലെ കടന്ന് നിന്റെ ആ ദിവസം മൊത്തം നശിപ്പിക്കുകയാണ്. മൂഡ് ശരിയാകുമ്പോൾ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ ഞാൻ നന്നായി വർക്ക് ചെയ്യുമെന്നോ ഒക്കെ നീ സ്വയം സമാധാനിപ്പിക്കുന്നുണ്ടാകും. പക്ഷെ നമുക്ക് സത്യം തുറന്നു പറയാം, നീ നന്നായി വർക്ക് ചെയ്യുന്നില്ല. മറിച്ച് ജോലി ചെയ്യാത്തതിന്റെ കുറ്റബോധം കൊണ്ട് നീ വെറുതെ ക്ഷീണിക്കുകയാണ്. ആ ജോലി പെട്ടെന്ന് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജി നീ അത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചെലവാക്കുന്നുണ്ട്. നിന്റെ ദിവസത്തിലെ ഏറ്റവും നല്ല സമയങ്ങൾ ഇങ്ങനെ വെറുതെ കളയുകയാണ്. അത് നിന്റെ കോൺഫിഡൻസിനെ ഓരോ ദിവസം കഴിയും തോറും കുറച്ചു കൊണ്ടുവരികയാണ്. ഇതൊരു മടി മാത്രമല്ല, ഇതൊരു കള്ളനാണ്. നിന്റെ ഭാവി തന്നെയാണ് ഈ മടി ഇപ്പോൾ കട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മിക്കവാറും നമ്മൾ ഈ കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് പേടിയുള്ളതുകൊണ്ടാണ്. ആ പണി ഒത്തിരി വലുതാണെന്ന് തോന്നുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമാണോ എന്നുള്ള പേടി കൊണ്ടോ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഏറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കും. യൂട്യൂബ് നോക്കിയിരിക്കുക, വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാന്ന് പേര് പറഞ്ഞ് സമയം കളയുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നീ എത്രത്തോളം സമയം കളയുന്നുവോ അത്രത്തോളം ആ പണി നിന്റെ മനസ്സിലൊരു വലിയ ഭൂതമായി മാറിക്കൊണ്ടിരിക്കും. ആ ചെറിയൊരു മെയിൽ അയക്കാന്നത് വലിയൊരു മല കയറുന്നത് പോലെ തോന്നും. ആ പ്രോജക്റ്റ് ഒരു പേടി സ്വപ്നമായി മാറും. നീ വെറുതെ ജോലിയല്ല മാറ്റിവെക്കുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നേരിടാൻ നിനക്ക് കഴിയില്ലെന്ന് നീ നിന്റെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ലടാ. 20കളിൽ ഇങ്ങനെ ഒരു ശീലം വളർത്തുന്നത് ശരിക്കും അപകടകരമാണ്. ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാന്ന് ചോദിച്ചാൽ, മോട്ടിവേഷന് വേണ്ടി വെറുതെ കാത്തിരിക്കണ്ട. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചതിയനാണ്. അത് വരും പോകും. നിനക്ക് വേണ്ടത് കൃത്യമായ ചില സിസ്റ്റങ്ങളാണ്. ഒന്നാമതായി 5 മിനിറ്റ് റൂൾ. നീ സ്വയം ഒന്ന് പറഞ്ഞു നോക്ക്, ഈ പണി ഞാൻ വെറും 5 മിനിറ്റ് മാത്രം ചെയ്യാമെന്ന്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിനക്ക് നിർത്തണമെങ്കിൽ ധൈര്യമായി നിർത്തിക്കോ. പക്ഷെ സത്യം അതല്ല. ഒരു കാര്യം തുടങ്ങുമ്പോഴുള്ള ആ ഒരു മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ മടിയൊന്ന് മാറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ താനേ നടന്നോളും. രണ്ടാമതായി ഈറ്റ് ദ ഫ്രോഗ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നീ ഏറ്റവും പേടിച്ചു മാറ്റിവെക്കുന്ന ആ പണി അങ്ങ് തീർത്തേക്കുക. ഫോൺ നോക്കണ്ട, മെയില് തുറക്കണ്ട. ആ വലിയൊരു ഭാരം ഒന്നങ്ങ് ഒഴിഞ്ഞു കിട്ടിയാൽ ബാക്കി ദിവസം മൊത്തം ഒരു ആഘോഷമായിരിക്കും. ഒരു വിജയത്തിന്റെ ഫീല് കിട്ടും. മൂന്നാമതായി മൈക്രോ ടാസ്കിങ്. റിപ്പോർട്ട് തീർക്കുക എന്നൊന്നും ടു ഡു ലിസ്റ്റിൽ എഴുതണ്ട. അതൊക്കെ ഭയങ്കര വീഗാണ്. പകരം ആ ജോലിയെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി മാറ്റുക. ഡോക്യുമെന്റ് തുറക്കുക, ഹെഡിങ് എഴുതുക, 3 വരി ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ വളരെ ചെറിയ ടാസ്കുകളാക്കുമ്പോൾ നിന്റെ തലച്ചോറിന് അതൊന്നും ഒരു വലിയ പേടി സ്വപ്നമായി തോന്നില്ല. ഇനി എന്നെക്കുറിച്ച് പറയാം. എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുൻപേ അതിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അമിതമായി ശ്രമിക്കുമായിരുന്നു. നല്ല സെറ്റപ്പും നല്ല ലൈറ്റിങ്ങും അടിപൊളി പ്ലാനൊക്കെ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സത്യം പറഞ്ഞ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു മടിയാണ്. നല്ല വേഷം കെട്ടിയ മടി. അതുകൊണ്ട് ഒരു കാര്യം ആലോചിക്കാതെ അങ്ങ് തുടങ്ങിക്കോ. മോശമായാലും കുഴപ്പമില്ല, ആ അലമ്പൻ ഡ്രാഫ്റ്റ് അങ്ങ് എഴുതുക. കുറവുകളുള്ള ആ മെയിൽ അങ്ങ് അയക്കുക. അത് പിന്നീട് ശരിയാക്കാമല്ലോ. പക്ഷെ ഒന്നുമില്ലാത്തൊരു സാധനം എങ്ങനെ ശരിയാക്കാനാണ്? നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നിലവാരം, ബാറ് ഒന്ന് കുറച്ചു വെച്ചാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. പെർഫെക്റ്റ് ആക്കാൻ നോക്കാതെ അത് ചെയ്ത് തീർക്കാൻ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ആ പേടിയൊക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് കാണാം. പിന്നെ നീ ആ ഒഴിഞ്ഞു മാറാനുള്ള വഴികളല്ല അന്വേഷിക്കുക, മറിച്ച് അടുത്ത പടി എന്താണെന്നാണ് ചിന്തിക്കുക. എനിക്കറിയാം ഇത് എത്രത്തോളം കടുപ്പമാണെന്ന്. പ്രചോദനം കിട്ടാൻ വേണ്ടി സ്ക്രീനിലേക്ക് നോക്കി മണിക്കൂറുകൾ വെറുതെ കളഞ്ഞ രാത്രികൾ എനിക്കുമുണ്ട്. ഒടുവിൽ മനസ്സിലായി അതെല്ലാം എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമായിരുന്നു പാഴാക്കിയതെന്ന്. പക്ഷേ കാര്യങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് കഴിയും. നിന്റെ കയ്യിൽ കഴിവുണ്ട്, അത് പുറത്തെടുക്കാനുള്ള ആഗ്രഹവുമുണ്ട്. നീ സ്വയം വെക്കുന്ന തടസ്സങ്ങൾ ഒന്ന് മാറ്റിവെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഈ ആപ്പ് അങ്ങ് ക്ലോസ് ചെയ്യുക, ഫോൺ മാറ്റിവെക്ക്. നീ ഇത്രയും നാളും ഒഴിഞ്ഞു മാറി നടന്ന കാര്യത്തിന് വേണ്ടി തീരെ ചെറുതെങ്കിലും ഒരു പടി എടുത്തു വെക്ക്. എനിക്ക് നിന്നെ വിശ്വാസമാണ്. ഇനി മടി കാണിക്കാതെ അതങ്ങ് തീർക്കുമോനെ.